എൻ്റെ പേര് ശരണ്യ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. 28/4/2024 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ അമ്മയാണ് ഇതുവരെ എന്നെ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന എൻ്റെ അമ്മയാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഉടമ്പടിയിൽ ആദ്യമായിട്ട് വെച്ച നിയോഗം മെയ് 14 നടക്കുന്ന പ്രൊമട്രിക് എക്സാം പാസ്സാവുമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത്. നിയോഗം വെച്ച് ഞാൻ എന്നും വെളുപ്പിന് 5:30 ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ വെച്ചിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നെറ്റിയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു, പാസ്പോർട്ടിലും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം വെച്ചിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മെയ് 14 എക്സാമിന് അന്ന് തന്നെ എനിക്ക് റിസൾട്ട് വന്നു. 62% മാർക്ക് നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. രണ്ടാമതായിട്ട് എൻ്റെ നിയോഗം വെച്ചത്, ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്രൊമട്രിക് എക്സാം എഴുതിയത്. ഒമാനിലോട്ടായിരുന്നു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പോകാൻ വേണ്ടിയിട്ട്. എക്സാം പാസ്സായി പ്രോസസ്സിങ്ങിന് 5 മാസത്തിനകം പോകുമെന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് ഉടമ്പടിയിലും വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ 5 മാസവും മുടങ്ങാതെ ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാൻ വരാൻ 1 മാസത്തെ താമസം ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു മടിയോ താമസമോ എന്തൊക്കെയോ താമസങ്ങളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ മലപ്പുറത്തായിരുന്നു എൻ്റെ ഏജൻസി എല്ലാം. അപ്പം ഞാൻ ഏജൻസിക്കാരെ വിളിക്കുമ്പോൾ എല്ലാം പറയും ഞാനിങ്ങനെ ഇപ്പം വരും ശരിയാവും എന്നെല്ലാം മലപ്പുറക്കാരെ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഞാനങ്ങനെ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് ചിലപ്പോൾ ഉടമ്പടി പുതുക്കാത്തതിൻ്റെ ആയിരിക്കും, നമുക്കൊന്ന് ഉടമ്പടി പുതുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ മാസം 22 ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയതിൻ്റെ കൃത്യം 4ാമത്തെ ദിവസം എനിക്ക് മെയിൽ വന്നു, മിനിസ്ട്രിയിൽ നിന്ന് എനിക്ക് മെയിൽ വന്ന് എൻ്റെ പേപ്പറുകളെല്ലാം അപ്രൂവ്ഡ് ആയെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ കറക്റ്റ് 9ാമത്തെ ദിവസം വിസയും എൻ്റെ ടിക്കറ്റും എൻ്റെ കൈ കിട്ടി. ഞാനിപ്പോൾ ഈ മാസം 27 ഞാൻ ഒമാനിലോട്ട് പോവുകയാണ്. എനിക്കെല്ലാം ശരിയാക്കി തന്ന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എൻ്റെ പത്രങ്ങളെല്ലാം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ അവിടെ വരുന്ന രോഗികളുടെ എല്ലായിടത്തും ഞാൻ പറയുമായിരുന്നു, ഇങ്ങനെ അമ്മയെപ്പറ്റി പറയുമായിരുന്നു. അമ്മയുടെ പത്രം ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ മോന് പനിയാവുമ്പോൾ എല്ലാം ഞാൻ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് അവന് ഒരുപാട് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. ആ തടസ്സങ്ങളെല്ലാം ഞാൻ ഒന്നി അച്ഛൻ്റെ ഏതെങ്കിലും ഒരു ധ്യാനം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സാക്ഷ്യം കേൾക്കുമ്പോഴോ എനിക്കതിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ ഇതുവരെ സഹായിച്ച എല്ലാത്തിനും എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ശരണ്യ എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച 2 പ്രധാന അനുഗ്രഹങ്ങൾക്ക് ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി പറയുകയാണ്. ആദ്യത്തേത് മകളുടെ പ്രൊമട്രിക് എക്സാം വിജയിക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗമായിരുന്നു. വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് മകൾ അതിനുവേണ്ടി ഒരുങ്ങിയത്. എന്നാൽ യാതൊരു പ്രയാസവും വരുത്താതെ ഏറ്റവും നല്ല രീതിയിൽ വേഗത്തിൽ പരീക്ഷ എഴുതി വിജയിക്കുന്നതിനുള്ള കൃപ മകൾക്ക് ലഭിച്ചതിനെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമത്തത് വിദേശത്തെ ജോലിക്ക് വേണ്ടിയുള്ള വിസ ലഭിക്കുന്നതിനുള്ള പരിശ്രമമായിരുന്നു. ആദ്യകാലത്ത് എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉടമ്പടിയുടെ ഇടയ്ക്ക് ഒരൽപ്പം മന്ദത ബാധിക്കുകയും സമയത്ത് പുതുക്കാതെ മകൾ ഒന്ന് പിന്നോട്ട് മാറുകയും ചെയ്ത നാളുകളിൽ അതുപോലെ തന്നെ വിസ പ്രോസസ്സിനും താമസം വന്നുവെന്നാണ് മകൾ സൂചിപ്പിക്കുക. എന്നാൽ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി പുതുക്കിയതിൻ്റെ 4ാം ദിവസം തന്നെ വീണ്ടും ആ വിസ പ്രോസസ്സ് വേഗത്തിലാവുന്നതും 9ാം ദിവസം വിസ കിട്ടുകയും ഈ 27-ാം തീയതി 2 ദിവസങ്ങൾക്കപ്പുറം വിദേശത്തേക്ക് ജോലിക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ വേഗതയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അമ്മ മാതാവ് മകൾക്ക് ക്രമീകരിച്ചു കൊടുത്തതിൻ്റെ സന്തോഷമാണ് മകൾ പങ്കുവയ്ക്കുക. പ്രിയമുള്ളവരെ, പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഗുണമായി എല്ലാവരും എപ്പോഴും പുകഴ്ത്തുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയെന്നാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഈ ആലയത്തിൽ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ദിവ്യകാരുണ്യ ആരാധന മധ്യേ പ്രത്യക്ഷപ്പെട്ട അമ്മ അന്നു മുതൽ ഇന്ന് വരെയും സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവളായി സമയബന്ധിതമായി പ്രാർത്ഥിക്കുന്ന ഏതൊരു നിയോഗത്തെയും വേഗത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും കണ്ണീര് തുടയ്ക്കുകയും ജീവിതത്തെ കൂടുതൽ പ്രകാശമുള്ളതാക്കി മാറ്റുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മകളും നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിത ക്ലേശങ്ങൾ തരണം ചെയ്ത് സുരക്ഷിതമായി ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി നൽകി എന്നതിനെക്കുറിച്ചാണ്.
നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ, അപേക്ഷകളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് സമയത്തിൻ്റെ അധികാരിയായ മാതാവ്, സമയമാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ എല്ലാ ക്ലേശങ്ങളും നീക്കിത്തരുവാനും വേണ്ടി അപേക്ഷിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.